ദൈവനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. ഈ മനോഹരമായ പ്രഭാതവും നമുക്ക് ദാനമായി നൽകിയ ദൈവത്തെ മഹത്വപ്പെടുത്താം. ഇന്നത്തെ വായനാഭാഗം യെശയ്യാ പ്രവചനം 40 മുതൽ 42 വരെയുള്ള അധ്യായങ്ങളാകുന്നു. ഇന്നത്തെ കുറിവാക്യം യെശയ്യാ പ്രവചനം 41 അധ്യായം 4 വാക്യം. ആർ അത് പ്രവർത്തിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്തു? ആദ്യം മുതൽ തലമുറകളെ വിളിച്ചവൻ യഹോവയായ ഞാൻ ആദ്യനും അന്ത്യന്മാരോടുകൂടെ അനന്യനും ആകുന്നു. പ്രവാസത്തിന്റെ തീച്ചൂളയിൽ കഴിയുന്ന ഇസ്രായേൽ മക്കളോടുള്ള പ്രവാചകന്റെ സന്ദേശമാണ് ഇന്നത്തെ വായനഭാഗം. പ്രവാസ അനുഭവത്തിൽ നിന്നും ഇസ്രായേലിനെ രക്ഷിക്കുവാൻ ദൈവം കോരശിനെ ഒരുക്കുന്നു. സകല ജാതികളെയും തൻ്റെ നീതിയുടെ കോടതിയിൽ വിളിച്ചു കൂട്ടുവാൻ ആഗ്രഹിക്കുന്ന ദൈവം ഇസ്രായേലിനോടുള്ള തൻ്റെ വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തനാണെന്ന് ഇതിലൂടെ ഓർമ്മിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഈ വായനാഭാഗത്ത് നിന്ന് 2 ചെറിയ ചിന്തകൾ പങ്കുവെക്കാൻ അത്രേ ആഗ്രഹിക്കുന്നത്. ഒന്നാമതായിട്ട്, ചരിത്രത്തെ നിയന്ത്രിക്കുന്ന ദൈവം. ദൈവം എല്ലാവരെയും തൻ്റെ ദൗത്യത്തിനായി ഉപയോഗിക്കുന്നു. ഇസ്രായേൽ ദൈവത്താൽ വിളിച്ച് വേർതിരിക്കപ്പെട്ട ജനമാണ്. ഇസ്രായേലിനെ രൂപപ്പെടുത്തുന്നതിനായി ദൈവം മറ്റ് ജനതകളെയും ഉപയോഗിച്ചിട്ടുണ്ട്. കാരണം എല്ലാ ജനതകളെക്കുറിച്ചും ദൈവത്തിന് പ്രത്യേക പദ്ധതിയുണ്ട്. ഇസ്രായേലിൻ്റെ വീഴ്ചയിലും ഉയർച്ചയിലും ദൈവം അവരെ കൈവിടുന്നില്ല എന്നത് വളരെ പ്രത്യേകം എടുത്തു പറയേണ്ടതായ കാര്യമാണ്. അങ്ങനെ ചരിത്രത്തിൻ്റെ കേന്ദ്ര ബിന്ദുവായി ഇസ്രായേലിനെ ഉപയോഗിക്കുന്ന ദൈവം അവരിലൂടെ തന്നെ വെളിപ്പെടുത്തുകയാണ് ഇവിടെ ചെയ്യുന്നത്. ഒടുവിൽ തൻ്റെ പുത്രനായ ക്രിസ്തുവിലൂടെ പൂർണ്ണമായി വെളിപ്പെടുത്തുന്നു. എന്നാൽ വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 1 അധ്യായത്തിൻ്റെ 18 വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു: ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല. പിതാവിൻ്റെ മടിയിലിരിക്കുന്ന ഏകജാതനായ പുത്രൻ അവനെ വെളിപ്പെടുത്തിയിരിക്കുന്നു എന്ന്. അതിനാൽ എക്കാലത്തും ദൈവം ചരിത്രത്തെ നിയന്ത്രിക്കുന്നവനാണ്. രണ്ടാമതായിട്ട്, ആദ്യനും അന്ത്യനുമായ ദൈവം. പ്രവചനം എന്നത് കേവലം വാക്കുകളോ സംഭവങ്ങളോ മാത്രമല്ല, പിന്നെയോ ചരിത്രത്തിൽ ഇടപെടുന്ന ദൈവത്തിൻ്റെ വെളിപ്പെടുത്തലുകളാണ്. ദൈവമാണ് ചരിത്രത്തിൻ്റെ ആരംഭം. ആദ്യൻ എന്നത് എല്ലാറ്റിൻ്റെയും ആരംഭമായ അല്ലെങ്കിൽ എല്ലാറ്റിൻ്റെയും കാരണഭൂതനായ ദൈവത്തെ സൂചിപ്പിക്കുന്നു. എന്നാൽ അന്ത്യൻ എന്നത് ഒരു മഹാപൂർത്തീകരണത്തിലേക്ക് വിരൽ ചൂണ്ടുന്ന ഒരു പദമാണ്. ആദ്യനായി ലോകത്തെ നിർമ്മിച്ച ദൈവം ചരിത്രത്തിൻ്റെ പൂർത്തീകരണത്തിനായി നമ്മോടൊപ്പം യാത്ര ചെയ്യുന്നു. ഇവിടെ പ്രവാസത്തിൽ നിന്നുള്ള ഇസ്രായേൽ മക്കളുടെ മടങ്ങി വരവിൽ ആദ്യനും അന്ത്യനുമായ യഹോവ അവരോട് കൂടെ ഉണ്ട്, അല്ലെങ്കിൽ അവരോട് കൂടെ ഉണ്ടായിരുന്നു എന്ന ഉറപ്പാണ് ഇതിൽ നിന്നും നമുക്ക് ലഭിക്കുന്നത്. പ്രിയമുള്ളവരെ, ഈ ദൈവം നമ്മുടെയും ദൈവമാണ്. അവൻ ശിക്ഷിക്കുന്നുവെങ്കിലും അവൻ രക്ഷിക്കുകയും ചെയ്യുന്നവനാണ്. അങ്ങനെ ആദ്യനും അന്ത്യനും അനന്യനുമായ ദൈവം നമ്മോടൊപ്പം യാത്ര ചെയ്ത് ഇന്നും ചരിത്രത്തെ രൂപാന്തരപ്പെടുത്തിക്കൊണ്ടേയിരിക്കുന്നു. അതിനാൽ ഈ പ്രക്രിയയിൽ നമുക്കും ദൈവത്തോടൊപ്പം പങ്കുചേരാം. അതിന് ദൈവം നമ്മെ ഏവരെയും ശക്തീകരിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയ കർത്താവേ, ഈ പുതിയ ദിവസം കൂടെ ഞങ്ങൾക്ക് നൽകിയതിനായി നന്ദി പറയുന്നു. ഈ പ്രഭാതത്തിൽ ഞങ്ങൾ കേട്ടതുപോലെ അങ്ങയുടെ ദൗത്യത്തിൽ ക്രിയാത്മകമായി പങ്കുചേരുന്നതിന് ഒരുക്കമുള്ള മനസ്സും ദൈവഹിതത്തിന് വിധേയപ്പെടുവാനുള്ള കൃപയും ഞങ്ങൾക്ക് എപ്പോഴും നൽകണമെന്ന് യേശുവിൻ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കണമേ. ആമേൻ.